ഞങ്ങൾക്ക് ഇന്ന് കരിമീനാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. നമ്മളിന്ന് കരിമീൻ പൊള്ളിക്കാൻ പോവാം. ഇന്നലെ രാത്രി പാപ്പൻ വല വീശാൻ പോകുമ്പോൾ പാപ്പനോട് പ്രത്യേകം പറഞ്ഞതാ, പാപ്പ വരുമ്പോൾ കരിമീൻ കൊണ്ടുവരണേന്ന്. അതുപോലെ തന്നെ പാപ്പനക്ക് 2 കരിമീൻ കിട്ടി ഗൈസ്. എന്തൊരു ഭാഗ്യവതികളാണല്ലേ. അതെ, അങ്ങനെ ഞങ്ങൾ കരിമീൻ പൊള്ളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എനിക്ക് കരിമീൻ പൊള്ളിക്കലിനെ കുറിച്ച് വലുതായിട്ട് അറിയൊന്നുമില്ല. വാലെടുക്കില്ല എന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്. ഈ കരിമീനുള്ള കൂട്ട് പല രീതിയിലും പല ഐറ്റംസ് ആയിട്ട് ചില ആൾക്കാർ ചെയ്യാം. ഞങ്ങളൊന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ട്രൈ ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യേ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. കരിമീൻ്റെ കൂടെ ഞങ്ങൾക്കൊരു ചെറിയ പൂവാനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം 2 കരിമീനും 1 പൂവാനും. അപ്പം ഞങ്ങളത് 3 കൂടിയിട്ടാണ് സെറ്റാക്കണത്. കരിമീൻ നമ്മൾ പൊള്ളിക്കും. ഇത് നമ്മുടെ ഇതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ച് ഒന്ന് പൊരിച്ചെടുക്കും, അത്ര തന്നെ. പിന്നെ ഈ സാധനം നന്നാക്കാൻ അറിയാത്തവരുണ്ടാവില്ലേ, ക്ലീനിങ്, അതുകൊണ്ടാണ് ഞങ്ങളിത് കാണിച്ചിരുന്നത്. പിന്നെ നമുക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് വേണം. നന്നായിട്ട് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ കുഞ്ഞാന്ന് അരിഞ്ഞിട്ടുള്ളത്. ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും നമ്മൾ നല്ല കുഞ്ഞു സ്മോൾ പീസസ് ആക്കിയിട്ടാണ് ഗൈസ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയും ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മളിങ്ങനെ എരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ജാറിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്താണ്ട് എടുക്കുക. നമ്മുടെ അരപ്പ് റെഡി ആയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ മാറ്റി കഴുകി ഫ്രഷാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കരിമീനിലേക്ക് ആ അരപ്പ് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക തന്നെ. കണ്ട നിങ്ങളുടെ പൂവാനെ എൻ്റെ അടുത്ത് കിടക്കണണ്ട. കരിമീനുകൊണ്ട് പൂവാനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. എങ്ങനെ ഞങ്ങളുടെ കരിമീൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് പിടിപ്പിക്കണം. ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും കിട്ടുക. അതിൻ്റെ കണ്ട ഉള്ളിക്കൊക്കെ തട്ടിക്കണം. ഇത് നമ്മൾ മസാല തട്ടിക്കണം, നല്ലല്ല അതിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും നമുക്കത് കിട്ടുക. പിന്നെ വരിയുമ്പോൾ തന്നെ നമ്മൾ എടുത്തെടുത്തായിട്ടാണ് വരിഞ്ഞിട്ടുള്ളത്. കാരണം എല്ലായിടത്തേക്കും ഈ സാധാ മീൻ വരിയുന്ന പോലെ 3-4 വരിവെന്നല്ല, നമ്മൾ നല്ല എടുത്തെടുത്ത് നല്ല വലുപ്പത്തിലാണ് നമ്മളതിൻ്റെ വരവൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കുറച്ച് ടൈം. അതിനുശേഷം പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പാൻ ചൂടായോ നോക്കി, അയ്യോ കൈ പൊള്ളി. അങ്ങനെ പാൻ ചൂടായി വന്നപ്പോൾ നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള കരിമീനില്ലേ, അത് നമുക്ക് പൊരിച്ചെടുക്കണ്ടേ. അപ്പം നമുക്കതിലേക്ക് ഓയിൽ, നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ, ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചോളൂ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഓയിൽ അത് നന്നായിട്ട് ചൂടായി വരില്ലോ. അങ്ങനെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ഇല്ലി വേപ്പിൻ്റെ ഇല ഇട്ടെടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റല്ല നമ്മൾ പൊരിക്കണേക്കൊക്കെ നമ്മൾ വേപ്പിൻ്റെ ഇല അങ്ങനത്തെ ഇട്ടെടുത്താൽ. എന്നിട്ട് നമുക്ക് നമ്മളെ മാറ്റി വെച്ചിട്ടുള്ള കരിമീൻ നമ്മൾ ചട്ടിയിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 കരിമീനും നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ അടച്ച് വെച്ചിട്ടില്ല, നമ്മളത് വേവിക്കാൻ മൂടി വെക്കില്ല, തുറന്ന് വെച്ചിട്ടാണ് നമ്മളത് പൊരിക്കും. നമ്മളിത് അടച്ച് വെക്കണില്ല കേട്ടോ ഗൈസ്, അടച്ച് വെക്കാൻ നമ്മളത് സെറ്റാക്കണം. ഫ്ലെയിം എത്ര നമ്മൾ വെക്കണം അതിനനുസരിച്ച് കരിക്കാതിരിക്കണം. അതാ നമ്മുടെ പൂവാൻകുട്ടീൻ്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളെന്ന് മുരിഞ്ഞെന്ന് മനസ്സിലായാൽ മറച്ചിട്ടിട്ട് കണ്ട ഏകദേശം ഈ ഒരു മുരിവാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ നമ്മൾ 2 കരിമീനും നമ്മൾ അങ്ങോട്ട് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പൊട്ടാതെ നല്ല സൂക്ഷിച്ച് വേണം ചെയ്യാൻ. പൊട്ടിയ പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് അങ്ങനെ പൊട്ടാതെ തന്നെ നമ്മളത് സെറ്റാക്കി പോവാനാട്ടോ. അങ്ങനെ ഏകദേശം സെറ്റായി സെറ്റാക്കി വന്നിട്ടുണ്ട് ഗൈസ്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തുണ്ടോയെന്ന് നമ്മളത് നോക്കണേ. ഈ പുറത്ത് ചിലപ്പോൾ ഇങ്ങനെ ഇതാവണ്ട. അങ്ങനെ നമ്മളത് മാറ്റി ഒരു പാത്രത്തിലാക്കി വെക്കാം. കരിമീൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചെറിയുള്ളിയാണ് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ളത്. സ്മോൾ പീസസ് ആക്കിയിട്ടാണ് നമ്മൾ കനം കുറച്ചിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട്, പിന്നെ അതുപോലെ പച്ചമുളക്. അങ്ങനെ ആദ്യം നമ്മൾ ചെറിയുള്ളി ആ വറുത്ത എണ്ണ തന്നെ ആ പാനില്ല ആ പാനിലെ വറുത്ത എണ്ണ തന്നെ ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
നമ്മുടെ ഇതിലേക്കുള്ള മറ്റേ ഒരു മസാല വേണ്ടേ, ആ മസാലയാണ് ഇത് കേട്ടോ. ഇങ്ങനെ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ എന്താ ഉള്ളി ആയാലും സവോള ആയാലും നമ്മളെപ്പോഴും കുറച്ച് ഉപ്പിട്ടിട്ട് വാട്ടുമ്പോൾ അതിൻ്റെതായ ഇതല്ല. സോ കുറച്ച് സാൾട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പച്ച മണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും അതിങ്ങനെ കുഞ്ഞു പീസായിട്ട് ചതച്ചതല്ല അരിഞ്ഞതാട്ടാ, അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കരിമീൻക്ക് ഉണ്ടാക്കി വെച്ച ആ ഒരു കൂട്ടിൻ്റെ ബാക്കിയുണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എടുത്തതിന് ശേഷം ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ മസാല എക്സ്ട്രാ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വറ്റി തിളച്ച് വരുമ്പോൾ നല്ല സ്മെല്ലാണ് ഗൈസ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ തക്കാളി, നമ്മൾ 2 തക്കാളി എടുത്തിട്ടുള്ളത്, 2 തക്കാളി നല്ല കുനുകുനാ അരിഞ്ഞ തക്കാളി നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ മിക്സ്. ഇത്ര മാത്രമേ ഉള്ളൂ ഗൈസ്. വളരെ എളുപ്പത്തിൽ, വളരെ ടേസ്റ്റാണ്. ചെറിയ മിക്സ് ആണെന്നിട്ട് കാര്യമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ തക്കാളി അങ്ങോട്ട് വെന്ത് വേകാൻ വേണ്ടി നമ്മളൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഐറ്റം ഫുൾ റെഡി ആയിരിക്കും. അപ്പോൾ നമ്മുടെ മസാല സെറ്റായി വന്നപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് സെറ്റാക്കി ഒരു 2 വേപ്പിൻ്റെ ഇലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. വേപ്പിൻ്റെ ഇല മുന്നേ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം നമ്മൾ 2 ഇലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വാഴൻ്റെ ഇല ഒന്ന് ഗ്യാസിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള കരിമീൻ നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ 2 കരിമീൻ നമ്മളതിൽ വെച്ച് കൊടുത്തിട്ട് മസാല വീണ്ടും നമ്മൾ ഇട്ട് കവർ ചെയ്യണം. അപ്പുറമൊക്കെ നമ്മൾ കവർ ചെയ്യുമല്ലോ, അങ്ങനെ നമ്മുടെ മസാല വീണ്ടും എടുത്തിട്ട് കരിമീനെ ടോട്ടലി കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ എല്ലായിടത്തേക്കും കരിമീൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാല സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമുക്ക് നമ്മുടെ വാഴൻ്റെ ഇല പൊതിയാം. ഇങ്ങനെ നമുക്ക് നമ്മളെ വാഴൻ്റെ ഇല മൂടാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. പിന്നെ നമ്മളിത് ഉടയാതെ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. ഉടഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇത് പോവും. അപ്പോൾ ഉടയാതെ നിങ്ങൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. എങ്ങനെ നമ്മൾ മറച്ചിട്ട് നമുക്കിനി ഇത് വാഴൻ്റെ നമ്മൾ കെട്ടണ്ട, അല്ലെങ്കിൽ ആ കെട്ടയ്യല്ലോ, നമ്മളിത് കെട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാൻ ഓണാക്കിയിട്ട് നമുക്ക് നമ്മുടെ കെട്ടി വെച്ച വാഴൻ്റെ ഇലയിൽ കെട്ടി വെച്ച നമ്മുടെ കരിമീനില്ലേ, അത് നല്ല മുറുക്കി കെട്ടിയിട്ട് ശേഷം നമുക്കത് നമ്മുടെ പാനിലേക്ക് ഒന്ന് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് ഒന്ന് ചൂടാക്കിയെടുക്കാം. കാരണം ആ വാഴൻ്റെ ഇലയുടെ ആ ഒരു ഉള്ളിൽ കിടക്കുന്നുള്ള ആ ചൂട് അതല്ല ഇതിൻ്റെ മെയിൻ. ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് നമ്മൾ ചെയ്യണം. അപ്പുറം മറച്ചു കൊടുത്താൽ ഒരു ഏകദേശം ഒരു നേറുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് കണ്ടത് പൊള്ളച്ച് വന്നിട്ട് നോക്കുക വാഴൻ്റെ ഇല. ഇങ്ങനെ ഏകദേശം ഒന്നാണ്ട് സെറ്റായി കണ്ടോ, ഒക്കെ റെഡിയായി. അങ്ങനെ നമുക്ക് ഐറ്റം റെഡി ആയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കരിമീൻ പൊള്ളിച്ച് സെറ്റായിരിക്കണേ. ഒരു തവണയിൽ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ തോന്നും. പുറത്തുനിന്നാണെങ്കിലും കരിമീൻ പൊള്ളിച്ചിന് അത്യാവശ്യം റേറ്റ് ഇല്ലേ, അതിൻ്റെ കാരണം എന്താ, അത്ര അട്ടാറ് ടേസ്റ്റ് അല്ലേ. അങ്ങനെ നമ്മൾ വീട്ടിൽ സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് തുറക്കുമ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. കാരണം എന്താണ്, ആ ഒരു ചൂട്ടോടക്കനെ നമ്മളത് തുറക്കണത് കേട്ടാ. നല്ല വാഴൻ്റെലൊക്കെ നല്ല ചൂടുണ്ട്, തുറക്കാൻ തന്നെ പറ്റുന്നില്ല. എൻ്റെ പൊന്നും മക്കളെ, എന്തൊരു സ്മെല്ലാന്നറിയോ. ഇങ്ങോട്ടൊക്കെ ആ ചൂട് മാറിയിട്ടില്ല, അത്രയും ചൂടുണ്ട് കേട്ടോ. ആ ചൂട്ടത്താണ് ഞങ്ങളിത് തുറന്ന് എടുക്കണത്. സ്മെല്ലും കണ്ടിട്ട് ഇപ്പം കണ്ട് വായിക്കെടുത്ത് വെക്കാൻ തോന്നുന്നത്. അങ്ങനെ ഞങ്ങളൊരു പാത്രത്തേക്ക് അത് മാറ്റി വെച്ച്. വാഴൻ്റെ ഇല കഴിക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. പക്ഷെ ഞങ്ങൾ പാപ്പനക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുകൊടുക്കല്ലേ, അതുകൊണ്ട് ഞങ്ങളൊരു പാത്രത്തിലാക്കിയെന്നുള്ളൂ. നിങ്ങൾ വാഴൻ്റെ ഇല കഴിച്ചു കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞങ്ങളുടെ കരിമീൻ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ ഇത് ഒന്നൊരു ഭാഗം തന്നെ പൊളിച്ചെടുത്തിട്ട് ടേസ്റ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് പാപ്പ? സൂപ്പർ സൂപ്പർ. ഇഷ്ടായ? അടിപൊളിയാണ്.